ഹലോ, എല്ലാവർക്കും ഓൾ മൂവി കണ്ട മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് തിയേറ്ററിൽ റിലീസായ പാട്രിയോട്ട് എന്ന് പറഞ്ഞ മൂവിയുടെ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് അധികം വൈകാതെ റിവ്യൂയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ പാട്രിയോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാനിത് ആഴ്ച കാണണം എന്ന് വിചാരിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ അടുത്തുള്ള ഒരു തിയേറ്ററാണ് ജൈത്ര. ഞാൻ ജൈത്രയിൽ നോക്കിയപ്പോൾ ഒറ്റ സീറ്റ് ബാക്കിയില്ല, എല്ലാം മുമ്പിട്ട് റോയാണ്, ഒറ്റൊന്നുമില്ല. അങ്ങനെ ഞാൻ മാനന്തവാടി നോക്കി, അവിടെയും ഇല്ല. ബത്തേരി നോക്കി, അവിടെയും ഇല്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ വെറുതെ ഇന്നലെ രാത്രി കയറി നോക്കിയപ്പോൾ മാനന്തവാടി ഫെസിൽ ഷോ ഉണ്ടെന്ന് കേട്ടു, ഒരു 11 മണിക്ക്. ഞാൻ നോക്കുമ്പോൾ കുറേ സീറ്റ് ബുക്കാവാതെ ഉണ്ട്. ഞാൻ അപ്പോൾ തന്നെ എന്താ പറയുക ബുക്ക് ചെയ്തു. അതിൻ്റെ ഒരു ഇതിൽ നല്ലൊരു പടം കാണാൻ വിചാരിച്ചു. ഇന്ന് രാവിലെ ഞാൻ ഇവിടെ നിന്ന് കയറി കുറേ ദൂരമുണ്ട്, ഞാൻ അവിടം വരെ പോയി പടം ഞാൻ കണ്ടു. പക്ഷേ എനിക്ക് അതുകൊണ്ടാണോ എന്നറിയില്ല, എനിക്ക് അവിടം വരെ പോയെന്നുള്ളതെന്നൊന്നും എനിക്ക് ഈ പടത്തിലൊന്നും തോന്നിയില്ല. കാരണം അത്രയും കഷ്ടപ്പെട്ട് കാണേണ്ട ആവശ്യമൊന്നുമില്ല ഇല്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇന്ന് ടിക്കറ്റ് ഇട്ടില്ലെങ്കിൽ നാളെ ഇവിടുത്തെ അടുത്തുള്ള തിയേറ്ററിൽ തന്നെ പോയി ബുക്ക് ചെയ്ത് കയറിയാൽ മതിയായിരുന്നു. കാരണം അതിനുള്ളതേ ഉള്ളൂ. പടം എന്ന് പറഞ്ഞാൽ ഒറ്റവാക്കി പറഞ്ഞാൽ ഒരു ആവറേജ് പടം എന്ന് വെച്ചാൽ മേലോട്ടും ഇല്ല താഴോട്ടും ഇല്ല, തുടക്കം തൊട്ട് ഒരേ ലെവലിൽ അങ്ങ് പോവുക. ആ ലെവലിൽ നമ്മളിരുന്ന് കാണാം, വേറെ ഒന്നുമില്ല, ലാഗില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മമ്മൂക്കാൻ്റെ കുറച്ച് ഡയലോഗ് ഡെലിവറിയൊക്കെ കൊള്ളാം, അല്ലാതെ വലുതായിട്ടൊന്നും പറയാനല്ലോ. ഒരു ആവറേജ് പടം, ഒരു നൈസായിട്ട് പോവുക, അത്ര തന്നെ. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫ് ഞാൻ തുടങ്ങിയപ്പോൾ ഞാൻ വേറെ എന്തോ പ്രതീക്ഷ. എനിക്ക് ഫസ്റ്റ് ഹാഫ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇത് ആവറേജ് ആവാൻ ഏറ്റവും കൂടുതൽ പങ്ക് വഹിച്ചത് ഫസ്റ്റ് ഹാഫ്. കാരണം ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു, കണ്ണെടുത്തിട്ടൊന്നുമില്ല, ബോറും അടിച്ചില്ല. ആദ്യം ഒരു 20 മിനിറ്റ് കുറച്ച് ബോറുകൾ വന്നു, പിന്നെ ഒരു കത്തലം കയറി കത്തിങ്ങനെ എന്നുവെച്ചാൽ ഇതിൽ തുടക്കത്തിൽ പാട്രിയോട്ടിന് എഴുതി കാണിച്ച് വരെ കുറച്ച് ലാഗുണ്ടാവും. പാട്രിയോട്ടിന് എഴുതി കാണിച്ചോ, അത് കഴിഞ്ഞ് ഇതിൻ്റെ കണ്ടന്റിലേക്ക് കിടക്കും. പിന്നെ ഒരു പോക്ക്, അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആ പോക്ക് പിന്നെ എന്താ പറയുക, ഇൻ്റർവെല്ലിനൊരു ഫൈറ്റൊക്കെ വെച്ചിട്ടാണ് എന്തായാലും അത് കഴിയുക. അവിടം വരെ എനിക്ക് ഭയങ്കരമായിട്ട് ഇങ്ങനെ അടുത്തെന്താ വരാൻ പോകുന്നത്, സെക്കൻഡ് ഹാഫിൽ എന്തോ വലുതുണ്ട് എന്ന് വെച്ചാൽ വിക്രമിലൊക്കെ കൊണ്ടുവച്ച പോലെ സെക്കൻഡ് ഹാഫിൽ എന്തോ ഉണ്ട് പ്രതീക്ഷിച്ച്, ഇനി ലാലേട്ടൻ വരാണ്ടല്ലോ എന്നൊക്കെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് എല്ലാം ഉടച്ച പോലെ എന്തൊക്കെയോ സംഭവിച്ച്. ഞാനിങ്ങനെ ഫസ്റ്റ് ഹാഫ് ഇങ്ങനെ കഴിഞ്ഞിങ്ങനെ സെക്കൻഡ് ഹാഫ് നമുക്ക് വരുന്നു ഇങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുമ്പോൾ ഒന്നും നടന്നില്ല. സെക്കൻഡ് ഹാഫ് ഒരുമാതിരി എന്താ പറയുക പോയി, പടം കയ്യിന് പോയിന്ന് തോന്നി. പിന്നെ ഇതൊന്ന് തീർന്നാൽ മതി എന്നാലോചിച്ചിരുന്നു. അത് ഏറ്റവും അവസാനം ഒരു 20 മിനിറ്റ് ഉണ്ട്, അപ്പോഴാണ് നമുക്കത് തോന്നുക. ആ 20 മിനിറ്റിൽ തീരുന്നുമില്ല, ഫൈറ്റൊക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്ക് വലിയ ഇതൊന്നും തോന്നില്ല. അവരങ്ങോട്ടും ഇങ്ങോട്ടും എന്തിനോ വേണ്ടി അടിയുണ്ടാക്കും, നമ്മളെന്തിനാ അങ്ങനെ ഒരു തോന്നലൊക്കെ. അങ്ങനെ ഇങ്ങനെ കണ്ട് തീർന്ന് അവസാനം എല്ലാം കഴിഞ്ഞപ്പോൾ എന്താ പറയുക കല്യാണം വീട്ടിൽ റീത്ത് വെച്ച പോലെ വേറൊരു സംഭവം ഉണ്ട് ക്ലൈമാക്സിൽ. അതെന്താണ് എനിക്കിപ്പോഴും മനസ്സിലായി, അതെന്തിനപ്പം അങ്ങനെ എന്തൊക്കെയോ എന്തൊക്കെയൊക്കെയോ പല മിസ്റ്റേക്ക് ഉണ്ട്. പക്ഷെ അത് പറയുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒറ്റ കാര്യം പറയാം, നിങ്ങളതിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം പോയി എന്തായാലും കാണാം. പിന്നെ രണ്ടാമതൊരിക്കലും ഇത് ആരും കാണാൻ ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നില്ല. കാണാനുള്ളത് എനിക്ക് ഇതിൽ വലുതായിട്ട് തോന്നിയിട്ടുമില്ല. പിന്നെ ഫാമിലി ആയിട്ട് കാണാം, ആരായിട്ട് വേണമെങ്കിലും പോയി കാണാം, ഒരു വട്ടം എന്തായാലും കാണാം, അതിനുള്ളതുണ്ട്. പിന്നെ ഇതിലെ ഫ്രെയിംസ് എല്ലാം അടിപൊളിയാണ്. പിന്നെ ഇതിലിപ്പോൾ എന്താ പറയുക, നമ്മളെ നയൻതാരയ്ക്ക് എന്താ പറയുക ഇതിൽ ശരിക്കും ലാലേട്ടനൊന്നല്ല ക്യാമിയോ, ശരിക്കും നയൻതാരയാണ് ക്യാമിയോ. കാരണം 10 മിനിറ്റ് ഒരു 20 മിനിറ്റ് 15 മിനിറ്റ് ഉണ്ടാവുമായിരിക്കും, അതും ഉണ്ടാവില്ല എന്ന് എനിക്ക് തോന്നുന്നത്. അതേപോലെ പല പ്രമുഖ ഹീറോയിൻസ് ഉണ്ട് ഇതിൽ, അവർക്കൊന്നും അത്ര സാധനമൊന്നുമില്ല. പിന്നെ നമ്മളെ ഇത്തിരി നേരം അതിലെന്താ പറയുക പേരെനിക്കറിയില്ല, അത് അവൻ നന്നായിട്ട് ആട്ടത്തിലൊക്കെ ഉള്ള നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്, അടിപൊളിയായിരുന്നു. മമ്മൂക്കേൻ്റെ കൂടെ കട്ടയ്ക്ക് നിന്നിട്ടുണ്ടായിരുന്നു, നല്ല രസമായിരുന്നു. അതേപോലെ കുഞ്ചാക്കോവൻ്റെ സത്യം പറഞ്ഞില്ല വേറെ ആർക്കെങ്കിലും കൊടുക്കായിരുന്നു, കാരണം കുഞ്ചാക്കോവൻ ചെയ്യേണ്ട റോളല്ല. എന്നാലും എന്താവട്ടെ. പിന്നെ കണ്ടൻറ്റോടിയ പടമെന്ന് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പറയും. കണ്ടൻറ്റോടിയ പടമാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ മമ്മൂക്കയോ എന്താ പറയുക ഫഹദ് ഫാസിലോ മതി, ബാക്കിയൊക്കെ ജൂനിയർ ആർട്ടിസ്റ്റോ അല്ലെങ്കിൽ വേറെ പടങ്ങളിൽ കൈവരിച്ചവരൊക്കെ കൊണ്ടുവന്നാൽ മതി. അല്ലാതെ എന്താ പറയുക ഇതിപ്പോൾ
സത്യം പറയാലോ ഇതിൽ നല്ല മാസ് സീൻസിനുള്ള കുറേ സ്ഥലമുണ്ട്. നമ്മളെന്താ പറയുക ഈ വിക്രമിലുള്ള പോലെ ലാലേട്ടന് അന്ന് മാസ് കാണിക്കാനുണ്ട്, മമ്മൂക്കയ്ക്ക് മാസ് കാണിക്കാനുണ്ട്. പക്ഷെ മമ്മൂക്ക രണ്ടെണ്ണമൊക്കെ മാസ് ഉണ്ട്, പക്ഷെ ലാലേട്ടനും ഒക്കെ മാസ് കാണിക്കാനുണ്ട്, കുഞ്ചാക്കോ ഒക്കെ ഉണ്ട്. എല്ലാവർക്കും പറ്റുന്ന കുറേ സ്ക്രിപ്റ്റിൽ കുറച്ച് സാധനമൊക്കെ മാറ്റിയൊക്കെ പറ്റും. 100% ഉറപ്പ് അതിൽ നന്നായിട്ട് കണ്ടന്റ് ഇടാൻ പറ്റും. പക്ഷേ എന്താന്ന് വെച്ചാൽ അത് ചെയ്ത് വന്നത് ഭയങ്കര ഇതായിപ്പോയി. നമ്മളെ ഫസ്റ്റ് ലുക്കിൽ ഒരു പോസ്റ്റർ ഇല്ലേ, എന്താ പറയുക, ഒരു രണ്ട് മമ്മൂക്ക മറ്റേ മേലെ തോക്കടിച്ച് മോഹൻലാൽ ലാലേട്ടൻ താഴെ പിടിച്ച് നമ്മളെന്താ പറയുക കുഞ്ചാക്കോവൻ വണ്ടി ഓടിക്കുന്ന ആ ഷോട്ടൊക്കെ കുറച്ചും കൂടെ പഞ്ചിലെടുക്കണമായിരുന്നു. അതിൻ്റെ മുമ്പ് ലാലേട്ടനെ കാണിക്കുന്ന കുറച്ച് സീൻസ് അതും കുറച്ചും കൂടെ പഞ്ചിൽ വേണമായിരുന്നു. അതൊക്കെ സത്യം പറഞ്ഞാൽ അതൊക്കെ കൈയടിച്ച് വിസിലടിക്കേണ്ടതാണ്. പക്ഷെ അവിടെ കുറച്ചും കൂടെ ഇത് വേണമായിരുന്നു, ഇമ്പാക്റ്റ് കിട്ടാനായിരുന്നു. ഇതിലെന്താ പറയുക, അങ്ങനത്തെ കുറേ സീൻസ് ഉണ്ട്. എന്ത് ചെയ്യുന്നുണ്ട്, പക്ഷെ നമുക്കൊരു ഇത് കിട്ടുന്നില്ല. ഒരു എന്താ പറയുക, ഒരു അരവും ഒരു കയ്യടിക്കണോ, നമ്മളറിയാതെ കയ്യടിക്കണം, അങ്ങനെ ഒരു ഇത് കിട്ടുന്നില്ല. ഈ റിസത്തിൽ അല്ല ഈ നമ്മളെ ഇപ്പം തുടരൂലൊക്കെ കണ്ടില്ലേ, ആ മുണ്ട വെച്ചാൽ ചാട്ടൊക്കെ ചാടുമ്പോൾ അറിയാതെ നമ്മൾ അടിച്ചു, അതേപോലെ ഒരു സാധനം വേണം. എന്തായാലും ഒരു ആവറേജോടെ നിങ്ങൾ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വട്ടം പോയി കാണാം. അത് മാത്രമേ ഉള്ളൂ പാട്രിയോട്ട്. അപ്പോൾ ബായ്.